എല്ലാവർക്കും നമസ്കാരം. ചരിത്രത്തിൽ നീതിയുണ്ടോ എന്ന ചോദ്യം സാധാരണ നമ്മൾ കേൾക്കാത്ത ഒരു ചോദ്യമാണ്. എന്നാൽ കർമ്മഫലം അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കർമ്മം നീചമാണെങ്കിൽ നിങ്ങൾ അനുഭവിക്കാതെ പോകില്ല. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുമെന്നേ വരൂ. ഇതൊക്കെ നമ്മൾ സാധാരണയായി കേൾക്കാറുണ്ട്. സത്യത്തിൽ ഇതൊരു വിഷ്ഫുൾ തോട്ടാണ്. അങ്ങനെ ഒരു ആഗ്രഹം നമുക്കുള്ളത് കൊണ്ട് നമ്മളത് പറയുന്നു. ചരിത്രത്തിൽ അങ്ങനെ ഒരു നീതി ഉള്ളതായി നമ്മൾ കാണുന്നില്ല. ഒരുപാട് ക്രൂരതകളും നൃശംസതകളും കാണിച്ചു കൂട്ടിയ റോയൽ ഫാമിലികളിൽ ആ ഫാമിലികളിൽ അധികവും ഇന്നും റോയൽസ് തന്നെയാണ്. നൂറുകണക്കിന് ഉദാഹരണങ്ങളുണ്ട്. അതിൽ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു കഥ അല്ലെങ്കിൽ ഒരു ചരിത്രം തന്നെ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് അതിലേക്ക് തന്നെ വേഗം കടക്കാം. ഗർഭധാനം എന്ന ഒരു ആചാരം, ഗർഭധാൻ എന്ന് ഹിന്ദിയിലോ സംസ്കൃതത്തിലൊക്കെ പറയും. അങ്ങനെ ഒരു ആചാരം ഉണ്ടായിരുന്നു ഹിന്ദുക്കൾക്കിടയിൽ. എന്നു മുതലുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല. പക്ഷേ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്താണ് അതൊരു വലിയ വിഷയമായത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഉയർന്ന ജാതി ഹിന്ദു പുരുഷന്മാർ പിഞ്ചു പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്ന ഒരു സമ്പ്രദായം, അതാണ് ഈ ഗർഭധാനം എന്ന ആചാരം. 10-35 വയസ്സ് പ്രായമുള്ളവർ 7-8 വയസ്സുള്ള പെൺകുട്ടികളെ കെട്ടും. അങ്ങനെ കല്യാണം കഴിച്ചാൽ മാത്രം പോരാ, അതല്ല അതിൻ്റെ പ്രത്യേക ആചാരം. കല്യാണം കഴിച്ച് 16 ദിവസത്തിനകം ഈ പെൺകുഞ്ചുമായി ഭർത്താവ് നിർബന്ധിത വേഴ്ചയിൽ ഏർപ്പെടണം. ഇതാണ് ഗർഭധാനം. ഗർഭപത്രം ദാനം ചെയ്യുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. 16 ദിവസത്തെ ഗ്യാപ്പിനുള്ളിൽ എന്ന് പറയുമ്പോൾ ഈ 16 ദിവസത്തേക്കൊന്നും ഭർത്താവ് കാത്തിരിക്കാറില്ല. അയാൾ തൻ്റെ ആണത്തം ആദ്യത്തെ ദിവസം തന്നെ തെളിയിക്കണം. ഇല്ലെങ്കിൽ പുള്ളിക്ക് മൊത്തത്തിലൊരു കുറച്ചിലാണ്. തൽഫലമായി ആദ്യ രാത്രി പല കുഞ്ഞുങ്ങളും അരക്കെട്ട് തകർന്ന് ഗുരുതരാവസ്ഥയിലെത്തുകയോ ചിലരൊക്കെ മരിക്കുകയും ചെയ്തു. അപ്പോൾ ഗർഭധാനം എന്ന് പറഞ്ഞ ആചാരം എന്ന് പറഞ്ഞാൽ ആചാരത്തിൻ്റെ മറവിൽ പെൺകുട്ടികളുടെ കുഞ്ഞു പെൺകുട്ടികളുടെ അരക്കെട്ട് തകർക്കുക, ഇതല്ലാതെ മറ്റൊന്നും ആയിരുന്നില്ല ആചാരം. ഇത് കുഞ്ഞുങ്ങളോട് കാണിക്കുന്നൊരു ക്രൂരതയാണെന്ന് ഒരു ഹിന്ദുവിനും തോന്നിയില്ല. മറിച്ച് അവർക്ക് ഈ ആചാരം ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് തോന്നിയത്. എന്തുകൊണ്ടങ്ങനെ തോന്നി എന്ന് ചോദിച്ചാൽ ചരിത്രത്തിൽ എല്ലായിടത്തും അതങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലായിടത്തും എല്ലാ അനാചാരങ്ങളെയും അതാചരിക്കുന്നവർ പുണ്യപ്രവൃത്തിയായി കരുതി. അതുകൊണ്ട് ഇന്ത്യയിലും അങ്ങനെയായി. നത്തിങ് സ്പെഷ്യൽ. എന്നാൽ ബ്രിട്ടീഷുകാർക്ക് തോന്നി ഇതൊരു മനുഷ്യത്വമില്ലാത്ത ക്രൂരതയാണ്. എന്നാൽ അവർ ഇക്കാര്യത്തിൽ ഇടപെടാനൊന്നും പൊടുന്നതിനെ പോയില്ല. കാരണം മുമ്പ് ഇടപെട്ടപ്പോഴൊക്കെ പുലിവാല് പിടിച്ചു. ഉദാഹരണത്തിന് സതി. നമുക്കറിയാം, ഭർത്താവിനെ കത്തിക്കുന്ന ചിതയിലേക്ക് ഭാര്യയെ പിടിച്ചിട്ട് തല്ലിക്കൊല്ലുന്ന ഒരു പ്രത്യേക ആചാരം. 1829 അവരത് നിർത്തലാക്കി. അന്ന് നല്ല എതിർപ്പുണ്ടായതാണ്. അന്ന് പിന്നെ ഇന്ത്യക്കാരനായ രാജാറാം മോഹൻ റായിയും വൈസ്രോയ് ലോർഡ് ബെൻഡിക്കും കട്ടയ്ക്ക് നിന്നത് കൊണ്ട് മാത്രം ആ വിഷയം സോൾവായി എന്നാണ് നമുക്കറിയാം. എന്നാൽ അവർ 1848 ഒരു ലാപ്സ് നിയമം കൊണ്ടുവന്നു. അത് എന്താ പറയുക, കൊളാവുക എന്ന് പറഞ്ഞാൽ അതാണ് പ്രധാനമായിട്ട് കൊളാവാനുള്ളൊരു സംഭവം. ഒരു നാട്ടുരാജ്യത്തിലെ രാജാവിന് മക്കളില്ലെങ്കിൽ ആ രാജാവിൻ്റെ രാജ്യം ലാപ്സാകും. അതാണ് ഈ ലാപ്സ് നിയമം. ആ രാജ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉടമസ്ഥതയിലേക്ക് വരും. ഈ നിയമത്തിനെതിരെ വലിയ തുടർ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. അപ്പോഴാണ് അവർ വേറൊരു വിവാദ നിയമം കൂടി കൊണ്ടുവരുന്നത്. വിധവകൾക്ക് വിവാഹം കഴിക്കാം. അത് 1856 അതോടെ നോർത്ത് ഇന്ത്യയിൽ മൊത്തം ഒരു യുദ്ധം തന്നെ നടന്നു. നമ്മൾ ആ യുദ്ധത്തെ ഇന്ന് വിളിക്കുന്നത് ശിപ്പായി കലാപം എന്നാണ്. 1857 അത്. സവർക്കറെ പോലുള്ള ഹിന്ദുത്വവാദികൾ അതിനെ ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ചരിത്രത്തിൽ നീതിയില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു തെളിവാണ് അങ്ങനെ നമ്മൾ വിളിക്കുന്നത്. ആ കലാപം അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ ഇത്തിരി കഷ്ടപ്പെട്ടു. എങ്കിലും അവർ അവസാനം അതൊക്കെ ഒതുക്കി. പക്ഷേ ഭരണം അടിമുടി ചേഞ്ചായി. അതുവരെ ഇന്ത്യ ഭരിച്ചിരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണെങ്കിൽ
ബ്രിട്ടൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭരണം നിർത്തിക്കോളൂ, ഞങ്ങളിനി നേരിട്ട് ഇന്ത്യ ഭരിച്ചോളാം. അന്ന് ബ്രിട്ടീഷ് രാജ്ഞി ഇന്ത്യയിലെ മതപ്രമാണിമാർക്ക് ഒരു ഉറപ്പ് കൊടുത്തു, ഇന്ത്യയുടെ മതാചാരങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെടുകയില്ല, നിങ്ങളായി നിങ്ങളുടെ പാടായി. അതുകൊണ്ടാണ് അവർ ഒട്ടും തന്നെ ഒരു ഇടപെടൽ നടത്താതിരുന്നത്. എങ്കിലും ആ വാക്ക് പാലിക്കാൻ അവർക്കായില്ല. കാരണം മതാചാരങ്ങളുടെ പേരിൽ കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു, താഴ്ന്ന ജാതിക്കാർ പീഡിപ്പിക്കപ്പെടുന്നു. ആരാണ് ദുർബലരായ മനുഷ്യരെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത്? ബ്രിട്ടീഷുകാർ നോക്കുമ്പോൾ കാണുന്നത് ജാതി കൊണ്ട് തീർത്ത തട്ടായ ഒരു സൊസൈറ്റിയാണ്, ഒരു സമൂഹമാണ്. അവിടെ ബ്രാഹ്മണർക്കാണ് പ്രിവിലേജ്, അതിൻ്റെ താഴെയുള്ള തട്ടിൽ യുദ്ധക്കൊതിയന്മാരുണ്ട്, അതിലും താഴെയുള്ള തട്ടിൽ കച്ചവടക്കാരനുണ്ട്. ഇങ്ങനെ പോകുന്നു ആ പ്രിവിലേജ്. ഈ പ്രിവിലേജ് മൂലം ഇവരെയൊന്നും കുറ്റം ചെയ്താൽ ശരിക്കും ശിക്ഷിക്കാനും പറ്റുന്നില്ല. ഇവർ തന്നെ ബ്രാഹ്മണരെ തൊടാനും പറ്റുന്നില്ല. അവർ കൊല ചെയ്താൽ പോലും വധശിക്ഷയില്ല. ഇതുമൂലം അവരുടെ തന്നെ ക്രിമിനൽ ആക്ടിവിറ്റീസ് വർദ്ധിച്ചു വന്നു. ഇത് ശരിയല്ല. ഈ തട്ടും പ്രിവിലേജും വെച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്ത്യക്കൊരു ക്രിമിനൽ കോഡ് തന്നെ വേണം, എല്ലാവർക്കും ബാധകമായ കുറേ നിയമങ്ങൾ ഇവിടെ വേണം എന്ന ഒരു ചിന്തയിൽ നിന്നാണ് 1860 ഒക്ടോബർ 6 ഇന്ത്യൻ ശിക്ഷാ നിയമം ഇന്ത്യയിൽ ആദ്യമായി വരുന്നത്. പിന്നെ 2 വർഷത്തിന് ശേഷം 1862 ജനുവരി 1 ആ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരികയും ചെയ്യുന്നു. അവർ അതിലൊരു പ്രത്യേക വകുപ്പ് കൊണ്ടുവന്നു. അതാണ് 375 വകുപ്പായ ബലാത്സംഗം. അതിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഈ ഗർഭധാന വിഷയം ഉൾപ്പെടുത്തിയിരുന്നു. ഒരു പെൺകുട്ടിയുമായി സെക്സിൽ ഏർപ്പെടുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 10 വയസ്സാണ്. 10 വയസ്സാണ്. 10 വയസ്സിൽ കുറഞ്ഞ പെൺകുട്ടിയുടെ അരക്കെട്ട് തകർക്കുന്നത് ബലാത്സംഗമാണ്. ഈ ഇന്ത്യൻ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത, അതെല്ലാ ജാതിക്കാർക്കും ഒരേപോലെ ബാധകമായിരുന്നു, ബ്രാഹ്മണർക്കും ബാധകം. അങ്ങനൊരു നിയമം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. ഈ നിയമം വന്നപ്പോഴും ബ്രാഹ്മണർക്കും മറ്റു ഉയർന്ന ജാതിക്കാർക്കിടയിലും കരച്ചിലും പല്ലുകടിയുമൊക്കെ വന്നു. പക്ഷേ വലിയ ആക്രമണങ്ങൾക്കൊന്നും അവർ പോയില്ല. കാരണം 1857 കലാപത്തിൻ്റെ ക്ഷീണം അവർക്ക് മാറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ 10 വയസ്സ് വരെയല്ലേ നമ്മൾ കാക്കേണ്ടതുള്ളൂ. 10 വയസ്സായാലും ഈ അരക്കെട്ട് തകർക്കുന്ന പരിപാടി നടത്താലോ എന്നോർത്ത് അവർ സഹിച്ചു. എങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം വിമർശനങ്ങളും ഉണ്ടായിരുന്നു. കാരണം അവർ പറഞ്ഞു, ഇന്ത്യക്കാരുടെ മതാചാരങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെടുകയില്ല എന്ന രാജ്ഞി കൊടുത്ത ഉറപ്പ് ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ കുറേ കാലം മുന്നോട്ട് പോയി. ഇതോടൊപ്പം ഇന്ത്യക്കാരുടെ അവരുടെ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിലുള്ള ബ്രിട്ടീഷുകാരുടെ ഇടപെടലുകൾ വർദ്ധിച്ചു വന്നു. സവർണർക്കുള്ള പല പ്രിവിലേജുകളും നഷ്ടപ്പെടാൻ തുടങ്ങി. ഏറ്റവും വലിയ പ്രശ്നമായത് ബ്രിട്ടീഷുകാരുടെ വിദ്യാഭ്യാസ നയങ്ങളാണ്. ക്രിസ്ത്യൻ മിഷണറിമാർ വന്ന് ഇംഗ്ലീഷ് സ്കൂളുകൾ തുടങ്ങാൻ തുടങ്ങി. അവിടെ ദളിതർക്കും പിന്നോക്കക്കാർക്കും പ്രവേശനം കൊടുത്തു. ഉദാഹരണത്തിന് പൂനെയിലെ സ്കോട്ടിഷ് മിഷണറി സ്കൂൾ, അവിടെ ശൂദ്രനും ദളിതനും പിന്നോക്കക്കാരനൊക്കെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിക്കാൻ കിട്ടിയവർക്ക് വല്ല ജോലിയും കിട്ടി അവർ ആ ജോലിയുമായി പോവുമായിരുന്നെങ്കിൽ ഇവർക്കൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ അതല്ല ഉണ്ടായത്, അവർ രാജ്യം നന്നാക്കാൻ തുടങ്ങി. ഉദാഹരണത്തിന് അവിടെ പഠിച്ച ജ്യോതിറാവു ഫൂലെ എന്ന ഒരാൾ, അദ്ദേഹം ജാതി വ്യവസ്ഥയ്ക്കെതിരെ വലിയ ഒരു സംഘടന വരെ ഉണ്ടാക്കി. നമ്മൾ ചരിത്രം പഠിച്ചവർക്കറിയാം, സത്യശോധക് സമാജ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സാവിത്രി അതിലും കുഴപ്പക്കാരിയായിരുന്നു. ഇവർ രണ്ടുപേരും ജാതി വ്യവസ്ഥയ്ക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഫൂലയുടെ അച്ഛൻ ഈ ദമ്പതികളെ പിടിച്ച് വീട്ടിൽ നിന്നും പുറത്താക്കി. അപ്പോൾ അവർക്ക് അഭയം കൊടുത്തത് ഒരു മുസ്ലിം കുടുംബമായിരുന്നു, ഒരു ഷേഖിൻ്റെ കുടുംബം. ആ ഷേഖിൻ്റെ മോളായിരുന്നു ഫാത്തിമ. ഈ ഫാത്തിമയും സാവിത്രിയും ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. ആ പെൺകുട്ടികൾ പിന്നെ സ്വയം അക്ഷരം പഠിക്കാൻ തുടങ്ങി. പിന്നെ നാട്ടിലെ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി. അതായിരുന്നു ഇന്ത്യയിൽ പെൺകുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആദ്യത്തെ സ്കൂൾ എന്നൊക്കെ നമ്മളൊരു അലങ്കാരത്തിന് പറയുന്നതാണ്. ആക്ച്വലി അത് ഷേഖിൻ്റെ വീട് തന്നെയായിരുന്നു. ഇന്ത്യയിലെ പെൺകുട്ടികൾക്ക് പഠിക്കാൻ ആദ്യമായി സ്കൂളുണ്ടായതൊരു മുസ്ലിം കുടുംബത്തിലാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആർഷഭാരത സംസ്കാരവാദികൾക്ക് അങ്ങനെ സഹിക്കുന്നൊരു കാര്യമല്ല. പക്ഷെ സത്യം അതായിരുന്നു. അന്നത്തെ നിലയ്ക്ക് സ്കൂളിൽ പോകാൻ കഴിയാവുന്ന സ്ത്രീകളുടെ എണ്ണം കുറവാണ്. നമുക്കറിയാം, താഴ്ന്ന ജാതിക്കാരുടെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ട.
എന്നിട്ട് പോലും ബ്രാഹ്മണരുടെ ജാതി വ്യവസ്ഥയ്ക്ക് അത് തീരെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ സർക്കാർ വിദ്യാലയങ്ങളിൽ എല്ലാ ജാതിക്കാർക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ അധ്യാപകരെല്ലാം അല്ലെങ്കിൽ അവിടുത്തെ ഹെഡ്മാസ്റ്റർമാരൊക്കെ ഉയർന്ന ജാതിക്കാരായതിനാൽ താഴ്ന്ന ജാതിക്കാരെ സ്കൂളിൻ്റെ പടി പോലും കയറ്റാതെ നോക്കാൻ അവർക്ക് പറ്റി, നിയമം എന്തായാലും. പക്ഷേ ഈ ക്രിസ്ത്യൻ സ്കൂളുകളെ എന്തു ചെയ്യും? അവരാണെങ്കിൽ മര്യാദയ്ക്ക് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എന്താണ് ഈ ക്രിസ്ത്യൻ സ്കൂളുകൾക്കുള്ള പ്രശ്നം? ആക്ച്വലി അതൊരു ഡിവൈനായിട്ടുള്ളൊരു പ്രശ്നമാണ്. ആക്ച്വലി ദൈവങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമാണത്. ഹിന്ദുക്കളുടെ ദൈവം പറഞ്ഞത് മനുഷ്യർ ജനിക്കുന്നത് വിശ്വകർമാവിൽ നിന്നാണെന്നാണ്. ചിലർ അങ്ങരുടെ മുഖത്ത് നിന്ന്, ചിലർ കൈകളിൽ നിന്ന്, ചിലർ തുടകളിൽ നിന്നും ജനിച്ചു, ചിലരാണെങ്കിൽ കാലുകളിൽ നിന്നും ജനിച്ചു. ഈ നാലിലും പെടാത്ത കുറേ പേർ ലോകത്ത് വേറെ ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ വേറെ ഉണ്ടായിരുന്നു. പെരിയാർ പറയുന്നത് അവരൊക്കെ അവരുടെ തന്തയ്ക്കും ജനിച്ചു എന്നാണ്. അപ്പോൾ കാലിൽ നിന്ന് ജനിച്ചവർക്കും സ്വന്തം തന്തയ്ക്ക് ജനിച്ചവർക്കും വിദ്യാഭ്യാസത്തിന് അർഹതയില്ല എന്നാണ് ഹിന്ദുക്കളുടെ ദൈവം പറഞ്ഞത്. എന്നാൽ ക്രിസ്ത്യാനികളുടെ ദൈവം പറഞ്ഞത് ദൈവത്തിന് മുന്നിൽ എല്ലാ ആത്മാക്കളും സമന്മാരാണ് എന്നാണ്. സോ താഴ്ന്ന ജാതിക്കാരെ പഠിപ്പിക്കുന്നതിൽ നിന്ന് ക്രിസ്ത്യൻ മിഷണറിമാർ ഒരിക്കലും പുറകോട്ട് പോയില്ല. അവർ അങ്ങനെ വിദ്യാഭ്യാസത്തിൽ ചെയ്ത ഈ ചതി ഉടൻ തന്നെ ജോലിക്കാര്യങ്ങളിലും അത് പ്രതിഫലിക്കുകയാണ് ഉണ്ടായത്. ഇംഗ്ലീഷ് പഠിച്ചു വരുന്ന ഓരോ വ്യക്തിയെയും അന്ന് ഇംഗ്ലീഷുകാർ ജോലിക്ക് വയ്ക്കാൻ തുടങ്ങി. ഉദ്യോഗാർത്ഥിയുടെ ജാതി ഏതെന്ന് അവർ ചോദിച്ചില്ല. ഇത് ഏറ്റുപിടിക്കാൻ പിന്നീട് കേരളത്തിൽ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹമാണ് നമുക്കറിയാം ശ്രീനാരായണ ഗുരു. ബ്രിട്ടീഷുകാരാണ് എനിക്ക് സന്യാസം തന്നത്, ആ സന്യാസം തന്ന ഗുരുക്കന്മാർ എന്ന് അദ്ദേഹം പിന്നീട് പറയുകയുണ്ടായി. എന്താ അതിൻ്റെ കാരണം? ബ്രിട്ടീഷുകാർ ജാതി ചോദിച്ചിരുന്നില്ല, പാലിച്ചിരുന്നില്ല, മൈൻഡ് ചെയ്തിരുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ജോലിയിലും വിദ്യാഭ്യാസത്തിലും ബ്രിട്ടീഷുകാർ സവർണ ജാതിക്കാരെ ചതിച്ചു എന്ന ഒരു ഫീലിംഗ് ആണ് അവിടെ ഉണ്ടായത്. ഇങ്ങനെയൊക്കെ ചെയ്യാമോ, നമ്മൾ നാളെയും കാണണ്ടേ എന്ന ഒരു രീതിയിൽ അവർ സങ്കടം പിടിച്ചിരിക്കുമ്പോഴാണ് ഇതിനൊക്കെ കടത്തി വെട്ടുന്ന ഒരു നിയമം കൂടി അവർ 1872 കൊണ്ടുവരുന്നത്, സ്പെഷ്യൽ മാരേജ് ആക്ട്. ആ ആക്ട് പ്രകാരം വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർക്കും വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർക്കും വിവാഹം കഴിക്കാൻ സാധിച്ചു. ഒറ്റ കണ്ടീഷനാണ്, വിവാഹം കഴിക്കുന്ന വ്യക്തി ജനിച്ച മതത്തെ തള്ളിപ്പറയണം. അതോടെ നാട്ടിലെ നാസ്തികർക്കും യുക്തിവാദികൾക്കും ബ്രിട്ടീഷുകാർ ഗുരുക്കന്മാരായി. ഹൈന്ദവ പണ്ഡിതന്മാർ ഇതിലൊക്കെ കണ്ട ഏറ്റവും വലിയ കുഴപ്പം എന്തായിരിക്കും അവർ കണ്ട കുഴപ്പം? ജാതികൾ തമ്മിൽ കൂടിക്കലരുന്നു. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. എല്ലാവരും ഒന്നിച്ചിരുന്ന് പഠിക്കുമ്പോൾ പരസ്പരം തൊടാൻ ഇടയാകും, സ്നേഹിക്കാൻ ഇടയാകും. ആണും പെണ്ണുമാണെങ്കിൽ രക്തങ്ങൾ തമ്മിൽ കൂടിക്കലരും. അതോടെ ശുദ്ധി എന്ന് പറയുന്ന സാധനം തകർന്നു കഴിഞ്ഞു. രക്തശുദ്ധി ഇല്ലാതായാൽ ധർമ്മം നശിച്ചു, ധർമ്മം നശിച്ചാൽ ഭാരതം നശിച്ചു, ഭാരതം നശിച്ചാൽ ലോകം നശിച്ചു. അതാണ് ബുക്കുകളും പൂർവികരും നമ്മളോട് പറയുന്നത്. ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനാണ് 3 ശുദ്ധങ്ങൾ ഹിന്ദുക്കളുടെ ദൈവങ്ങൾ ഉപദേശിച്ചത്, അല്ലെങ്കിൽ സാനുഭൂതി ശ്രേഷ്ഠന്മാരായ ഋഷീശ്വരന്മാർ ഉപദേശിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് ഐത്തം, ജാതി നോക്കി വേണം ആളുകളോട് അടുക്കാൻ. ഒരു താഴ്ന്ന ജാതിക്കാരനെ മേൽജാതിക്കാരൻ തൊടാൻ പാടില്ല, അയാളുള്ള ഏരിയയിൽ പോകാൻ പോലും പാടില്ല. അങ്ങനെ ഉണ്ടായാൽ ശുദ്ധം പോകും. രണ്ടാമത്തേത് കുലത്തൊഴിൽ, ഓരോ ജാതിക്കും ഓരോ തൊഴിലുണ്ട്, മറ്റൊരു തൊഴിലും അയാൾ ചെയ്യാൻ പാടില്ല, ചെയ്താൽ ശുദ്ധം പോകും. മൂന്നാമത്തേത് പിന്നെ നമ്മൾ ഇന്നും നിലനിർത്തുന്ന ഒരു ആചാരമാണ്, മറ്റേ രണ്ടും കുറേയൊക്കെ നമ്മൾ തള്ളിയെങ്കിലും, സ്വജാതി വിവാഹം. ഒരു ജാതിയിൽപ്പെട്ടവർ ആ ജാതിയിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കണം. ഒരിക്കലും രക്തങ്ങൾ തമ്മിൽ കലരാൻ പാടില്ല, അങ്ങനെ കലർന്നാലും ശുദ്ധം പോകും. ബ്രിട്ടീഷുകാർക്ക് ഇത് കേട്ടപ്പോഴേ കോമഡി ആയിരുന്നു. അവർ ഈ 3 ശുദ്ധങ്ങളെയും മൈൻഡേ ചെയ്തില്ല. തന്മൂലം അവർ വിചാരിച്ച പോലെ തന്നെ, അല്ലെങ്കിൽ ഹിന്ദുക്കൾ വിചാരിച്ച പോലെ തന്നെ നടന്നു. ജാതികൾ തമ്മിൽ കൂടിക്കലരാൻ തുടങ്ങി. പല സ്കൂളുകളിലും പല ജാതിയിൽ നിന്നുള്ള കുട്ടികൾ ഒരുമിച്ച് പഠിക്കാൻ തുടങ്ങി. സർക്കാർ ഓഫീസുകളിൽ എല്ലാ ജാതിക്കാരും ഗുമസ്തപ്പണി ചെയ്യാൻ തുടങ്ങി. ധർമ്മം മൊത്തം നശിച്ചു.
ബ്രാഹ്മണർക്ക് പോലും ജീവിക്കാൻ വേണ്ടി അവരുടെ അല്ലാത്ത ജോലികൾ, കുലം പറഞ്ഞിട്ടുള്ള ജോലികളല്ലാത്ത ജോലികൾ പോലും ചെയ്യേണ്ടി വന്നു. ജീവിക്കാൻ വേണ്ടി മുടി വെട്ടാൻ വരെ പോയ ബ്രാഹ്മണർ ഉണ്ട് എന്നാണ് പറയുന്നത്. RSSൻ്റെ സ്ഥാപകനായിരുന്ന ഗഡ്ഗവേറിൻ്റെ അച്ഛൻ മുടി മുറിക്കാൻ പോയിട്ടുണ്ട് ജീവിക്കാൻ വേണ്ടി എന്നാണ് പറയുന്നത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പരം സുഹൃതക്ഷയവും ധർമ്മനാശവും വരാനില്ല. കാരണം ബ്രാഹ്മണന് അഭിവൃദ്ധി ഉണ്ടായാൽ മാത്രമേ ലോക സമസ്ത സുഖിനോ ഭവന്തു ഉണ്ടാവൂ എന്നാണ് ഭാരതം ലോകത്തിന് കൊടുത്ത ആപ്തവാക്യം. ഗോ ബ്രാഹ്മണ്യഭ ശുഭമസ്തു നിത്യം. പശുക്കൾക്കും ബ്രാഹ്മണർക്കും എപ്പോഴും നന്മ ഉണ്ടാകട്ടെ. ലോകോ സമസ്തോ സുഖിനോ ഭവന്തു. ഭാരതത്തിൽ ബ്രാഹ്മണൻ ബുദ്ധിമുട്ടുക എന്ന് പറഞ്ഞാൽ ധർമ്മം നശിച്ച് നാമാവശേഷമായി കഴിഞ്ഞു എന്ന് മാത്രമാണ് അർത്ഥം. അപ്പോൾ എവിടെന്നോ ചിലർ കയറി വന്ന് ധർമ്മം നശിപ്പിക്കുമ്പോൾ അയ്യോ ധർമ്മം നശിക്കുന്നേ, അയ്യോ ധർമ്മം നശിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് വെറുതെ വിലപിച്ചുകൊണ്ട് അങ്ങനെയാണോ ഭാരത മക്കൾ ചെയ്യേണ്ടത്? അതോ ധർമ്മം നശിപ്പിച്ചവരെ ഓടിക്കുകയാണോ വേണ്ടത്? യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. ഹേ അർജുൻ ഭായ്, എപ്പോഴൊക്കെ ധർമ്മത്തിന് ക്ഷയം സംഭവിക്കുകയും അധർമ്മം വർദ്ധിക്കുകയും ചെയ്യുന്നുവോ അഭ്യുത്ഥാനം ധർമ്മസ്യ തഥാത്മനം സൃജാമ്യഹം. അധർമ്മം ഉയർന്നു വരുമ്പോഴൊക്കെ ഞാൻ എന്നെ തന്നെ സൃഷ്ടിക്കുന്നു, അതായത് ഞാൻ അവതരിക്കുന്നു. പുസ്തകങ്ങളും പൂർവികരും ഈ പ്രക്രിയയെ വിശേഷിപ്പിക്കുന്നത് ധർമ്മ സംസ്ഥാപനം എന്നാണ്. നമ്മൾ വീണ്ടും കേട്ടിട്ടുള്ള വാക്കുകൾ തന്നെയാണ്. പരിത്രാണായ സാധൂന വിനാശായ ച ദുഷ്കൃതം. സജ്ജനങ്ങളെ രക്ഷിക്കാനും ദുഷ്ടന്മാരെ നശിപ്പിക്കാനും ധർമ്മ സംസ്ഥാപനാഥായ സംഭവാമി യുഗയുഗേ. ധർമ്മം പുനഃസ്ഥാപിക്കാൻ ഞാൻ യുഗം തോറും അവതരിക്കുന്നു. എന്താണ് ഈ സംഗതി? ദൈവം വരുന്നു, ധർമ്മ സംസ്ഥാപനം നടത്തുന്നു, വീണ്ടും ധർമ്മം നശിക്കുന്നു, അപ്പോൾ വീണ്ടും ദൈവം വരുന്നു. ധർമ്മം നശിക്കുക എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ട് ജാതികൾ തമ്മിൽ കൂടിക്കലരുന്നു, ഇതല്ലാതെ വേറെ ഒരു അർത്ഥമില്ല. അപ്പോൾ വീണ്ടും ധർമ്മം നശിച്ചു എന്ന് ദൈവത്തിന് മനസ്സിലാകുന്നു. അപ്പോൾ ദൈവം വീണ്ടും വരുന്നു, ധർമ്മ സംസ്ഥാനം നടത്തുന്നു. ഇത് TV സ്കിറ്റിൽ പറയുന്ന പോലെ തന്നെ ചെല്ലുന്നു, ബൾബ് മാറ്റിയിടുന്നു, ചായ കുടിക്കുന്നു, പോകുന്നു എന്ന് പറയുന്ന പോലെ ഈ ധർമ്മത്തിൻ്റെ കേസിൽ ദൈവത്തിൻ്റെ അവതാരം വരുന്നു, പിന്നെ വീണ്ടും ധർമ്മം നശിക്കുന്നു, വീണ്ടും അദ്ദേഹം വരുന്നു. ഈ രീതിയിൽ അങ്ങ് പോകുന്നു. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എപ്പോഴൊക്കെ ജാതി വ്യവസ്ഥയ്ക്ക് ഇളക്കം തട്ടിയിട്ടുണ്ടോ അപ്പോൾ അതിലിടപെട്ട് പഴയ പോലെ അതിനെ പുനഃസ്ഥാപിക്കുന്ന ആളാണ് ഭഗവാൻ. ആ പ്രക്രിയയാണ് ഈ ധർമ്മ സംസ്ഥാപനം. ബ്രാഹ്മണൻ്റെ ചൊൽപ്പടിയിൽ നിന്നും പോയ അധികാരത്തെ തിരിച്ചു പിടിച്ച് ബ്രാഹ്മണൻ്റെ ചൊൽപ്പടിയിലേക്ക് തിരിച്ചു കൊണ്ടെത്തിക്കുന്ന ആരും ഭഗവാനാണ്. ഹിന്ദു പുരാണങ്ങളിൽ ആ ഭഗവാൻ അവർ കൊടുത്തിട്ടുള്ള ആ പദവിയുടെ പേരാണ് വിഷ്ണു. ഞാൻ വിഷ്ണുവാണ് എന്ന് പറഞ്ഞ ഒരാൾ ഇതുവരെ അവതരിച്ചിട്ടില്ല. മറിച്ച് ബ്രാഹ്മണരുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തി അധികാരം ബ്രാഹ്മണൻ്റെ ചൊൽപ്പടിയിൽ സമർപ്പിക്കുമ്പോഴാണ് ഓ ഇവൻ വിഷ്ണു ആയിരുന്നില്ലേ എന്ന് നമുക്ക് ബ്രാഹ്മണർക്ക് തന്നെ മനസ്സിലാവുന്നത്. ഇത് കലിയുഗമാണ്. ഈ യുഗത്തിൽ ധർമ്മത്തിന് മാത്രമല്ല ക്ഷയം വരുന്നത്, ബന്ധങ്ങളിൽ മാറ്റം വരുന്നു, ആചാരങ്ങളിൽ മാറ്റം വരുന്നു, ആയുസ്സാണെങ്കിൽ കുറയുകയും ചെയ്യുന്നു. വിഷ്ണു കിഴക്കുന്ന് വരും, വിഷ്ണു വടക്കുന്ന് വരും, വിഷ്ണു പടിഞ്ഞാറുന്ന് വരും എന്ന് പ്രതീക്ഷിച്ചാൽ വടിയായി പോവുകയുള്ളൂ. ധർമ്മം പുനഃസ്ഥാപിക്കാനായി അവനവൻ തന്നെ ഇറങ്ങി പുറപ്പെടണം. ഓരോ ബ്രാഹ്മണനും വിഷ്ണുവായി മാറണം, ഓരോ ക്ഷത്രിയനും വിഷ്ണുവായി മാറണം. ഈ ഒരു ചിന്ത ഉയർന്ന ജാതികൾക്കുള്ളിൽ, സവർണ ഹിന്ദുക്കൾക്കുള്ളിൽ കിടന്ന് പുകയാൻ തുടങ്ങി. ബ്രിട്ടീഷുകാരെ അവർ വെറുത്തു. അവരുടെ കുടുംബങ്ങളിലെ കുട്ടികളിലേക്ക് അവരത് ഇൻജക്റ്റ് ചെയ്തു. ആ കുട്ടികൾ വെറുപ്പുമായി വളർന്നു വന്നു. അവരിൽ പലരും വിഷ്ണുവായി അവതരിക്കാൻ വെമ്പൽ കൊണ്ടു. ആ സമയത്ത് ആ മാനസികാവസ്ഥയെ കരുമരുന്നിട്ട് ജ്വലിപ്പിക്കാൻ പാകത്തിൽ ഒരു ദാരുണ സംഭവം ബംഗാളിൽ നടന്നു. 1889 അന്നത്തെ ഒരു സാധാരണ രാത്രി ബംഗാളിലെ ഒരു വീട്ടിൽ
10 വയസ്സ് മാത്രം പ്രായമുള്ള ഫുൽമണിദാസ് എന്ന ഒരു പെൺകുട്ടി അരക്കെട്ട് തകർന്ന് കൊല്ലപ്പെട്ടു. കൊലപാതകി അവളുടെ ഭർത്താവ് തന്നെയായിരുന്നു. 35 വയസ്സുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ പേര് ഹരിചരൺ മൈതി. വെറും 10 വയസ്സ് പ്രായമുള്ള ആ പിഞ്ചു ബാലികയുടെ അരക്കെട്ടിൽ നടത്തിയ ആണത്ത പ്രകടനം, കുട്ടിയുടെ യോനിയിൽ നിന്നുണ്ടായ രക്തസ്രാവം ആർക്കും പിടിച്ചു നിർത്താൻ പറ്റിയില്ല. ആ പെൺകുട്ടി 13 മണിക്കൂറിന് ശേഷം മരിച്ചു എന്നല്ല പറയേണ്ടത്, ബലാത്സംഗത്താൽ കൊല്ലപ്പെട്ടു. ഈ വാർത്ത അന്നുള്ള പത്രങ്ങളിലൂടെ മൗത്ത് ടു മൗത്തിലൂടെ രാജ്യം മുഴുവൻ പരന്നു. ഇന്ത്യയിൽ അന്നൊരു ചെറിയ മിഡിൽ ക്ലാസ് ഉണ്ട്, ചെറുതായി, ഇന്നത്തെ അത്രയൊന്നുമില്ല. അവർക്ക് ഈ വിഷയത്തിൽ ധാർമ്മികമായ രോഷമുണ്ടായി. അവർ പ്രതിഷേധിച്ചു. അന്ന് ഇന്ത്യയിലെ വൈസ്രോയി ലോർഡ് ലാൻസ്ഡൗൺ ആണ്. പുള്ളിക്ക് ഈ വാർത്ത കേട്ട് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. പണ്ട് രാജ്ഞി കൊടുത്ത ഉറപ്പിനെ പറ്റിയൊന്നും അദ്ദേഹം ഓർത്തില്ല. പെൺകുട്ടികളുടെ വിവാഹപ്രായം കുറച്ചുകൂടി ഒന്ന് ഉയർത്തണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. IPCയുടെ 376 ബലാത്സംഗം, അതിലൊരു ഭേദഗതി കൊണ്ടുവരണം. അദ്ദേഹം അക്കാര്യം സർ ആൻഡ്രൂസ് കോബിൾ എന്ന ഒരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചു. അങ്ങനെ 1891 മാർച്ച് 19 പുതിയ ഒരു വിവാഹ നിയമം ഇവിടെ ഉണ്ടാകുകയാണ്. ആ നിയമപ്രകാരം ഒരു പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധം പുലർത്താനുള്ള പ്രായപരിധി 10 നിന്നും 12 അപ്പോഴും 12 ആവുന്നുള്ളൂ. 12 വയസ്സിൽ താഴെയുള്ള ഏതൊരു പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും അതവളുടെ സമ്മതത്തോടെയാണെങ്കിലും അല്ലെങ്കിലും ബലാത്സംഗമായി കണക്കാക്കപ്പെടുന്ന ഒരു കുറ്റകൃത്യമാകുന്നു. ഇതാണ് ചരിത്രപ്രസിദ്ധമായ കൺസെൻറ്റ് ഓഫ് ഏജ് ആക്ട് 1891. ഈ നിയമം മതനിരപേക്ഷമായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ എല്ലാ തദ്ദേശീയ സമൂഹങ്ങൾക്കും ഇത് ബാധകമായിരുന്നു. ഈ നിയമമാണ് ഒരു കരിമരുന്ന് പ്രയോഗമായി മാറിയത്. ബ്രിട്ടീഷുകാർക്കെതിരെ ഓൾറെഡി ഭ്രാന്തെടുത്തിരിക്കുകയായിരുന്നു അന്നത്തെ ബ്രാഹ്മണ്യം. അവർക്കടിക്കാൻ ഒരു വടി കിട്ടി. കിട്ടാവുന്ന മാധ്യമങ്ങൾ വെച്ച് അവർ അലമുറയിടാൻ തുടങ്ങി. അന്ന് ബാലഗംഗാധര തിലകന് 25 വയസ്സാണ്. ആ ബ്രാഹ്മണ യുവാവിനും ഒരു പത്രം ഉണ്ടായിരുന്നു, എൻ്റെ പേര് കേസരി. അദ്ദേഹം കേസരിയിലൂടെ ഇങ്ങനെ ആഞ്ഞടിച്ചു. അത് ഞാൻ വായിക്കാം. മതപരമായ ആചാരങ്ങളിൽ സർക്കാർ ഇടപെടരുത്. വിവാഹപ്രായം പോലുള്ള വിഷയങ്ങൾ ഹിന്ദു ധർമ്മ ശാസ്ത്രങ്ങളുടെ പരിധിയിലാണുള്ളത്. ബ്രിട്ടീഷുകാർക്ക് അതിൽ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള മൗലിക അവകാശമില്ല. ബ്രിട്ടീഷ് ഭരണകൂടം ഈ നിയമം കൊണ്ടുവന്നത് ഇന്ത്യൻ പുരുഷന്മാരെ ക്രൂരന്മാരായി ചിത്രീകരിക്കാനാണ്. ഞങ്ങളുടെ പെൺകുട്ടികളെ ഞങ്ങൾ എന്തും ചെയ്യും, നിങ്ങളാരാ ചോദിക്കാൻ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ന്യായം. അത്ഭുതമെന്ന് പറയാലോ, വന്ദേമാതരം എഴുതിയ ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന ബ്രാഹ്മണനും തിലകനെ പിന്തുണച്ചു. പണ്ഡിറ്റ് മദൻ മോഹൻ വാളവ്യ എന്ന ബ്രാഹ്മണന് അന്ന് 30 വയസ്സുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ ആക്ട് ഹിന്ദു സംസ്കാരത്തിനെതിരായ സാമ്രാജ്യത്വ ആക്രമണമാണ് എന്നായിരുന്നു. മാത്രമല്ല, ഇത് ക്രിസ്ത്യൻ മിഷണറിമാർക്കും പാശ്ചാത്യ മൂല്യങ്ങൾക്കും ഇന്ത്യയിൽ കൂടുതൽ സ്വാധീനം വർദ്ധിപ്പിക്കും. ഈ 3 ബ്രാഹ്മണർ മാത്രമല്ല, ഭൂരിപക്ഷം ഉയർന്ന ജാതി ഹിന്ദുക്കളും തിലകൻ്റെ ഒപ്പം നിന്നു. എന്നാൽ ഇന്ത്യയിൽ ഇവർ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. പ്രത്യാശയുടെ പൊൻതിരികളും ആ ഇരുട്ടിൽ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ വന്ന പ്രബുദ്ധത, സാഹോദര്യം എന്നീ വാക്കുകൾ പരിചയിച്ച കുറച്ചു പേർ, അവർ ഈ അരക്കെട്ട് തകർക്കലിനെ ശക്തമായി എതിർത്തു. ഉദാഹരണത്തിന് ബ്രഹ്മസമാജം, കേശവചന്ദ്രസേൻ്റെ പോലുള്ള നേതാക്കൾ, ഗാന്ധിയുടെ മെൻറ്ററായി പിന്നീട് മാറിയ ഗോപാലകൃഷ്ണ ഗോഖലെ, അവരൊക്കെ പറഞ്ഞു ബാലവിവാഹം നിർത്തലാക്കണം. മറ്റൊരാളായി നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് നമുക്കധികം പരിചയമില്ലാത്തൊരു കവി ബഹ്റാംജി മലബാറിയാണ്. അദ്ദേഹം മലബാറുമായി കച്ചവട ബന്ധമുള്ള ആളായിരുന്നു എന്നാണ് പറയുന്നത്. ഇതോടൊപ്പം മഹിളാ സമൂഹവും, ചെറുതെങ്കിലും ഒരു മഹിളാ സമൂഹവും ഈ നിയമത്തിൻ്റെ ഒപ്പം നിന്നതായി ചരിത്രത്തിൽ കാണാം. 2 പേരെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. ഒന്ന് പണ്ഡിത രമാബായി, സംസ്കൃതം പഠിച്ച് പണ്ഡിത എന്ന പദവി സമ്പാദിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിത. അതുപോലെ രുക്മാബായി, ശൈശവത്തിൽ രുക്മാബായിനെ വിവാഹം കഴിച്ചു കൊടുത്തു. എന്നാൽ ഭർത്താവിൻ്റെ ഒപ്പം പോകാൻ
കൂട്ടാക്കിയില്ല. കോടതിയിൽ കേസിന് പോയി വിജയിച്ചു. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരോടൊപ്പം സ്ട്രോങ് ആയി നിന്നു. ഈ വിഷയത്തിൽ അരക്കെട്ട് തകർക്കൽ അവസാനിപ്പിച്ചേ തീരൂ എന്ന് ഉറപ്പിച്ച് തന്നെയാണ് അവർ നിയമം കൊണ്ടുവന്നത്. മുൻ അനുഭവങ്ങളും അവർക്ക് ഓർമ്മയുണ്ടായിരുന്നു. കാരണം അറിയാം, സതി നിരോധിച്ചപ്പോൾ സ്ത്രീകളെ കൊണ്ട് തന്നെ സതി വേണം എന്ന് പറയിപ്പിച്ചവരാണ് ഇന്ത്യയിലെ ബ്രാഹ്മണ്യം. അതവർക്ക് നന്നായി അറിയാമായിരുന്നു. 1857 കലാപവും അവർ ഓർമ്മിച്ചു. അതുപോലെ ഒന്ന് ഇനി ആവർത്തിക്കാൻ പാടില്ല എന്ന് നിയമം നടപ്പാവും വേണം. അവർ ഈ ബില്ലിനെ ഒരു 15 അംഗ സെലക്ട് കമ്മിറ്റിക്ക് വിട്ടു. ഇന്നും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന അതേ പരിപാടി. ഈ കമ്മിറ്റിയിൽ 4 പേർ ഇന്ത്യക്കാരായിരുന്നു. 2 സവർണ ഹിന്ദുക്കളും 2 സവർണ മുസ്ലിങ്ങളും. ഇത് പോരാതെ ഈ ബില്ലിനെതിരെ വന്ന വിമർശനങ്ങൾ പഠിക്കാൻ മറ്റൊരു കമ്മിറ്റിയും വെച്ചു. അങ്ങനെ പൊതുസമ്മതി ഉണ്ടെന്ന് വരുത്തി തീർത്ത് ആ നിയമം അങ്ങോട്ട് പാസ്സാക്കിയെടുക്കുകയായിരുന്നു. ഇപ്പോൾ ബംഗോബാസി എന്ന് പറഞ്ഞ ഒരു ബംഗാളി പത്രം ഈ നിയമത്തിനെതിരെ ആഞ്ഞടിക്കുകയുണ്ടായി. അത് ഇന്ന് നമുക്ക് പറയേണ്ടതായുള്ള ഒരു വിഷയമുള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. അവർ 5 ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു. അതിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഹിന്ദുക്കളോട് കലാപം ചെയ്യാൻ ആഹ്വാനം ചെയ്തു. അവർ പ്രയോഗിച്ച വാചകങ്ങൾ കേൾക്കുന്നത് നന്നായിരിക്കും. ഹിന്ദു നാഗരികതയും ഹിന്ദുമതവും നശിപ്പിക്കപ്പെടാൻ പോവുകയാണ്. തോക്കിൻ്റെ ശക്തിയിൽ അഹങ്കരിച്ച് ബ്രിട്ടീഷുകാർ ഹിന്ദുവിനെ അപമാനിക്കുന്നു. പെൺകുട്ടികളുടെ വിവാഹകാര്യം നോക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. ഞങ്ങളുടെ ധാർമ്മികതയെ പരിഷ്കരിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റും ധാർഷ്ട്യവുമാണ്. അടുത്ത വാചകമാണ് രസകരമായ വാചകം. പെൺകുട്ടികളുടെ സാങ്കല്പികമായ ദുഃഖങ്ങൾ ഇല്ലാതാക്കുന്നതിലും നമ്മുടെ ആചാരങ്ങളിൽ ഇടപെടുന്നതിലുമാണ് ബ്രിട്ടീഷുകാർ അവരുടെ എല്ലാ അനുകമ്പയും ചെലവഴിക്കുന്നത്. അർത്ഥം, അരക്കെട്ട് തകരുന്ന ഒരു കൊച്ചു പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വരുന്ന വേദനയെ പെൺകുട്ടിയുടെ സാങ്കല്പിക ദുഃഖങ്ങളായാണ് അന്നത്തെ സവർണ ഹിന്ദുക്കൾ കണ്ടിരുന്നത്. പക്ഷേ ഈ വിമർശനങ്ങൾ എഴുതിയതിനൊന്നും ബ്രിട്ടീഷുകാർക്ക് യാതൊരു പരാതിയും ഉണ്ടായിരുന്നില്ല. കാരണം അതിനൊക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം അന്നും ഈ ഇന്ത്യയിലുണ്ടായിരുന്നു. എന്നാൽ അടുത്ത വാചകങ്ങൾ ഇത്തിരി പ്രശ്നമായി. ബംഗോബാസി എഴുതി, നമ്മുടെ യഥാർത്ഥ ദുഃഖങ്ങൾ നാം സ്വതന്ത്രമായി പ്രകടിപ്പിക്കണം. നമുക്ക് കലാപം നടത്താൻ കഴിയില്ല. പക്ഷെ കഴിഞ്ഞിരുന്നെങ്കിൽ അത് തെറ്റാണെന്ന് പറയുന്ന കൂട്ടത്തിൽ ഞങ്ങളില്ല. അതിൻ്റെ അർത്ഥം, ബ്രിട്ടീഷുകാർക്കെതിരെ ഞങ്ങൾ കലാപം ചെയ്യുന്നില്ല, എന്നാൽ ആരെങ്കിലും ചെയ്താൽ ഞങ്ങളത് തെറ്റാണെന്ന് പറയില്ല. എങ്ങനെയുണ്ട്? പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തി എന്ന ഒരു കാര്യം ചെയ്തതിന് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം ചെയ്യാൻ ആഹ്വാനം കൊടുത്ത ഒരു സവർണ സംസ്കാരത്തെയാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. ബ്രിട്ടീഷുകാർ ഈ ലേഖനത്തെ രാജ്യദ്രോഹമായി കരുതി. രാജ്യദ്രോഹം എന്ന വകുപ്പ് നമുക്കറിയാം IPC 124A ആണ്. 1870 തന്നെ ഈ പീനൽ കോഡിൽ ഇത് വന്നിരുന്നു. എന്നിട്ടും 10-29 വർഷം, 18-19 വർഷത്തോളം അതവർ ആരുടെ മേലും പ്രയോഗിച്ചില്ല. ആദ്യമായി പ്രയോഗിക്കുന്നത് ഈ ബംഗോബാസിക്ക് വന്ന ലേഖനത്തിനെതിരെയാണ്. പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗത്തിൽ നിന്നും രക്ഷിക്കാനാണ് ഈ രാജ്യദ്രോഹ വകുപ്പ് ബ്രിട്ടീഷുകാർ ആദ്യമായി ഉപയോഗിച്ചത് എന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പെൺകുട്ടികളെ വിവാഹം കഴിക്കാനുള്ള പ്രായം 12ആയി. അതോടെ ജാതി ഹിന്ദുക്കൾക്ക് ഒരു കാര്യം മനസ്സിലായി: ബ്രിട്ടീഷുകാർക്കെതിരെ ഇനി സമാധാനം സ്വീകരിച്ചിട്ട് ഒരു കാര്യവുമില്ല. തീവ്രവാദത്തിലൂടെ തകർക്കണം. ഓരോ ബ്രിട്ടീഷുകാരനെയും കൊല്ലാനായി ഗൂഢാലോചന നടത്തുന്ന ഒരു നിലപാടിലേക്ക് അവർ വരികയാണ്. 1897 പൂനെയിൽ വെച്ച് അവിടെ അന്ന് പ്ലേഗ്, അന്നത്തെ ഏറ്റവും വലിയ രോഗം പ്ലേഗ് ആണല്ലോ, പ്ലേഗ് പടർന്നു പിടിച്ചു. അപ്പോൾ അത് നിയന്ത്രിക്കാനായി ബ്രിട്ടീഷ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ WC റാൻഡ് അവിടെ നിയമിതനായി. അദ്ദേഹം പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുള്ളി ജീവൻ പണയം വെച്ചാണ് പല വീടുകളിലും കയറുന്നത്. ബ്രാഹ്മണർക്ക് അയിത്തമുണ്ടെന്നും അവിടെ കയറാൻ പാടില്ല എന്നൊന്നും പുള്ളി നോക്കിയില്ല. പ്ലേഗ് പടർന്ന് പിടിക്കാതിരിക്കാൻ എല്ലാ വീടുകളും കയറി പരിശോധിക്കുക എന്നതായിരുന്നു പുള്ളിയുടെ ഒരു രീതി. അവിടുത്തെ മെയിൻ വില്ലൻസ് ചിൽപ്പുവൻ ബ്രാഹ്മൺസ് എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ
കാത്തിരിക്കുകയായിരുന്നു. അവരിൽപ്പെട്ട 2 ബ്രാഹ്മൺ ബോയ്സ്, ചപ്പേക്കർ സഹോദരന്മാർ എന്ന് പറയും അവരെ, ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ റാൻഡിനെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ അയേൺസ്റ്റിനെയും വെടിവെച്ചു കൊന്നു. ബ്രിട്ടീഷുകാർ അക്രമികളെ പിടിച്ചു, വിചാരണ ചെയ്തു, തൂക്കിക്കൊന്നു. എന്നാൽ ബ്രാഹ്മൺസിൻ്റെ ഇടയിൽ ഈ സംഭവം ഭയങ്കര ആവേശം തന്നെ സൃഷ്ടിച്ചു. നിരവധി ഭീകര സംഘടനകൾ മഹാരാഷ്ട്രയിലും ബംഗാളിലും ഉയർന്നു വരുന്നത് അങ്ങനെയാണ്. അതിലൊന്നാണ് 1899 സവർക്കർ സഹോദരന്മാർ ഉണ്ടാക്കിയ മിത്രമേള. ഈ സംഘടനകളിലൂടെ ബ്രിട്ടീഷുകാരെ അപകടപ്പെടുത്താൻ നിരവധി ശ്രമങ്ങൾ നടന്നു. എങ്കിലും കൊലവിളിക്കുക എന്ന അവരുടെ ലക്ഷ്യം അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഒരു സംഘടനയ്ക്കും ആ കൊലപാതകത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. ഇതിനിടയിൽ സവർക്കർ ബ്രദേഴ്സ് എന്ത് ചെയ്തു? അവരവരുടെ സംഘടനയുടെ പേരൊന്ന് മാറ്റി, മിത്രമേള എന്ന് മാറ്റി അഭിനവ് ഭാരത് എന്നാക്കി മാറ്റി. അതിലൊരുപാട് പേര് ജോയിൻ ചെയ്തു. 250 പേരുടെ യോഗം ആ കാലത്ത് നടന്നു എന്നാണ് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ആവേശം മൂത്ത് ചേട്ടൻ സവർക്കർ ഗണേഷ്, അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു കവിത ഡ്രാഫ്റ്റ് ചെയ്തു. ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം ചെയ്യാനുള്ളൊരു ആഹ്വാനമായിരുന്നു അത്. ഇതിന് മറുപടി ബ്രിട്ടീഷുകാർ ചെയ്തത് ചേട്ടനെ അറസ്റ്റ് ചെയ്തു, ജീവപര്യന്തം നാട് കടത്തി. 1908 ജൂൺ 8 ഇത് സംഭവിച്ചതെന്ന് പറയുന്നു. 6 മാസം കൊണ്ട് തന്നെ ഈ ശിക്ഷയ്ക്ക് അവർ പ്രതികാരം ചെയ്തു. അഭിനവ് ഭാരതിൻ്റെ പ്രതികാരം. ഈ സവർക്കറെ ശിക്ഷ വിധിച്ച ജഡ്ജി ജാക്സനെ ഒരു 18 വയസ്സുകാരൻ വെടിവെച്ച് കൊന്നു. വെടിവെച്ച് കൊല്ലാൻ ഉപയോഗിച്ച തോക്ക് പരിശോധിച്ചപ്പോൾ അതിൻ്റെ ഉറവിടം ഇംഗ്ലണ്ടാണെന്ന് മനസ്സിലായി. ആരാ ഇംഗ്ലണ്ടിൽ നിന്ന് ഈ തോക്കെത്തിച്ചത്? അനിയൻ വിനായക് ദാമോദർ സവർക്കർ. ഈ കുറ്റത്തിനാണ് സവർക്കർ ആൻഡമാനിൽ പോകുന്നത്, അല്ലാതെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടല്ല. ഇതിനു മുമ്പ് 1909 ജൂലൈ 1 കേണൽ വില്യം കഴ്സൺ എന്ന ഒരു ബ്രിട്ടീഷുകാരൻ ലണ്ടനിൽ വെച്ച് വെടിയേറ്റ് മരിക്കുന്നുണ്ട്. മദൻലാൽ ദിഗ്ര എന്ന ഒരു യുവാവാണ് പ്രതി. ഈ സമയം സവർക്കർ അവിടെയുണ്ട്. ദിഗ്രയെ അക്രമത്തിന് പ്രേരിപ്പിച്ചതും സവർക്കർ തന്നെ. പിന്നീട് കാലചക്രം ഉരുണ്ട് 1948 എത്തിയപ്പോഴും സവർക്കർ ആ പണി വിട്ടിരുന്നില്ല. ഗാന്ധിയെ കൊല്ലാനായി ഗോഡ്സെയെ പ്രേരിപ്പിച്ചതും അദ്ദേഹം തന്നെ. നമ്മൾ വീണ്ടും തിരിച്ച് 1902 പോവുകയാണെങ്കിൽ വലിയ ഒരു തീവ്രവാദ ഗ്രൂപ്പ് തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ ബംഗാളിൽ ഉണ്ടാവുന്നത് നമുക്ക് കാണാം. പേര് അനുശീലൻ സമിതി. ബ്രാഹ്മണരും കായസ്ഥരും കൂടി ചേർന്ന ഒരു കളരി ആയിരുന്നു അത്. കളരി തന്നെയായിരുന്നു. പ്രമദാദ് മിത്ര, സതീഷ് ചന്ദ്ര ബസു, അരവിന്ദ ഘോഷ്, സരളാദേവി, പിന്നീട് RSS സ്ഥാപകനായിരുന്ന ഗഡ്ഗവാറിൻ്റെ ഗുരു BS മൂഞ്ച്, ഇവരൊക്കെ അതിന് ആ കളരിയിൽ തന്നെ ഉണ്ടായിരുന്നത്. ഇവർ മാത്രമല്ല, പിന്നീട് കമ്മ്യൂണിസ്റ്റുകളായി മാറിയ ഒരുപാട് ഗൂഢാലോചനക്കാരും ഈ കളരിയിൽ നിന്ന് വന്ന ആളുകൾ തന്നെയായിരുന്നു. ഈ ഗ്രൂപ്പ് സംഘടിപ്പിച്ച പ്രധാന ഗൂഢാലോചനയായിരുന്നു ആലിപ്പൂർ ബോംബ് കേസ്. ഈ കേസിൽ അരവിന്ദ ഘോഷ് ജയിലിൽ പോയി. അദ്ദേഹത്തിന് അവിടെ വെച്ച് ബോധോദയമുണ്ടായി. പുള്ളി സ്വാമി അരവിന്ദ ഘോഷായി. പോണ്ടിച്ചേരിയിലെ പുള്ളിയുടെ ആശ്രമം ഇന്ന് ലോകപ്രസിദ്ധമാണ്, നമുക്കറിയാം. പിന്നീട് 1912 ഡൽഹി ലാഹോർ ഗൂഢാലോചന കേസുണ്ടായി. അത് വൈസ്രോയിയെയാണ് അറ്റാക്ക് ചെയ്തത്. ലോർഡ് ഹാർഡിങ്ങിനെ അറ്റാക്ക് ചെയ്തു. അത് റാഷ് ബിഹാരി ബോസ് എന്ന മറ്റൊരു കക്ഷിയാണ് അതിൻ്റെ പിറകിലുണ്ടായിരുന്നത്. അതിനുശേഷം ഒരുപാട് അറസ്റ്റുകളും പിന്നെ അതുപോലെ തൂക്കിക്കൊലകളൊക്കെ നടന്നിട്ടുണ്ട്. 1918 സർക്കാർ ഖജനാവ് കൊള്ളയടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മാതിരി തീവ്രവാദം കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടാകുന്നതായി കാണുന്നില്ല. എന്തു ചെയ്തിട്ടും ബ്രിട്ടീഷുകാർ കീഴടങ്ങുന്നില്ല. ബ്രാഹ്മണൻ്റെ ജാതിധർമ്മം പുലരുന്ന ആ മനോഹരമായ പഴയ കാലത്തേക്ക് ഇന്ത്യയെ തിരിച്ചു കൊണ്ടുപോകാൻ ഒരിക്കലും കഴിയുന്നില്ല. അപ്പോഴാണ് കുറേ ബ്രാഹ്മൺ ബോയ്സ് കമ്മ്യൂണിസം എന്ന ഒരു സംഭവത്തെപ്പറ്റി കേൾക്കുന്നത്. തൊഴിലാളി വർഗത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് അധികാരം പിടിക്കുക എന്ന ആശയം അവർക്ക് പൊടുന്നനെ ഇഷ്ടമായി. അവരാ വഴിക്കും പോയി. MN റോയ്, ആചാര്യ, മുഖർജി എന്നൊക്കെയായിരുന്നു അവരുടെ പേര്. അപ്പോൾ അവരുടെ ലക്ഷ്യം റഷ്യയിൽ നിന്ന് സപ്പോർട്ട് വാങ്ങി ബ്രിട്ടീഷുകാരെ തകർക്കുക. അവരതിനു വേണ്ടി താഷ്കൻഡിലാണ് തമ്പടിച്ചത്. ആ സമയത്താണ് ഇന്ത്യയിൽ നിന്ന് തുർക്കിയിലേക്ക് പോകുന്ന കുറേ മുഹാജിറുകൾ ആ വഴി വരുന്നത്. ബ്രിട്ടീഷുകാരുമായി അവർ വിശുദ്ധ യുദ്ധത്തിന് പോവുകയായിരുന്നു.
അവരെ ഈ മാർക്സിസ്റ്റ് ബ്രാഹ്മൺ ബോയ്സ് കണ്ടുമുട്ടുകയും അവരെയും ചേർത്ത് ഇന്ത്യയിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുകയും ചെയ്തു. അത് 1920-ലാണ്. ഇതൊക്കെ നടക്കുന്നതിനും കുറച്ച് മുമ്പാണ് MK ഗാന്ധി ഇന്ത്യയിൽ ലാൻഡ് ചെയ്യുന്നത്. പുള്ളി നോക്കുമ്പോൾ കാണുന്നത് ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിക്കാനായി ബ്രാഹ്മൺ ബോയ്സിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിവിധങ്ങളായ പരിശ്രമങ്ങളാണ്. ചെറിയ ചെറിയ തീവ്രവാദ ഗ്രൂപ്പുകൾ, ഒറ്റപ്പെട്ട ചെന്നായകൾ, പലവിധ ഗൂഢാലോചനകൾ. ഹിന്ദു മഹാസഭ, കോൺഗ്രസ് എന്ന പാർട്ടിയെ പോലും തിലകനെ പോലുള്ളവർ ബ്രാഹ്മണ മഹാസഭയാക്കി മാറ്റിയിരിക്കുന്നു. പല സംഘടനകൾക്കും തോക്കും വാളും ധാരാളമുണ്ട്, പക്ഷെ മനുഷ്യരെ കാണാനില്ല. ഇവിടുത്തെ 30 കോടി മനുഷ്യർ ഏകദേശം അന്നുണ്ട്. ഈ സംഘടനകളിലൊന്നും അവരെ കാണാനില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ ബ്രാഹ്മണനും ക്ഷത്രിയനും മാത്രം ഇറങ്ങിയാൽ പോരാ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും അവരിൽ തന്നെ ഏറ്റവും സാധാരണക്കാരും ഇറങ്ങണം. അതിന് നമ്മൾ അവരിലൊരാളായി മാറണം. ഗാന്ധിക്ക് മനസ്സിലായി അതിന് തടസ്സം നമ്മുടെ വേഷഭൂഷാദികളും ആചാരങ്ങളുമാണ്. എങ്കിൽ അത് ഉപേക്ഷിക്കുക തന്നെ വേണം. ആദ്യം അദ്ദേഹം കോൺഗ്രസിനെ കൊണ്ട് അയിത്തം ഉച്ചാടനം ചെയ്യാൻ പ്രേരിപ്പിച്ചു. അതിന് പിന്നിൽ മലയാളിയായ കെ മാധവൻ ഉണ്ട് എന്ന് നമുക്കറിയാം. പിന്നീട് അദ്ദേഹം തൻ്റെ മേൽവസ്ത്രം ഉപേക്ഷിച്ചു. അങ്ങനെയാണ് നാട്ടിലെ സാധാരണ മനുഷ്യരെ ഗാന്ധി സമരത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ചരിത്രം ശരിക്ക് നമ്മൾ പരിശോധിച്ചാൽ ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു കാര്യം, കൃത്യമായി പറയാൻ പറ്റുന്നൊരു കാര്യം, ഗാന്ധി വന്നതിന് ശേഷമാണ് ഇന്ത്യയിൽ ഇന്ത്യക്കാർ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത്. അതുവരെ ഉണ്ടായതൊക്കെ വെറും ഹമാസ് സ്റ്റൈൽ തീവ്രവാദം മാത്രമായിരുന്നു. പിഞ്ചു പെൺകുട്ടികളുടെ അരക്കെട്ട് തകർക്കാൻ വേണ്ടി, വിധവകൾ വിവാഹം കഴിക്കുന്നത് തടയാൻ വേണ്ടി, സതി അനുഷ്ഠിക്കാൻ വേണ്ടി, ജാതികൾ തമ്മിലുള്ള വിവാഹം നിരോധിക്കാൻ വേണ്ടി, ചുരുക്കി പറഞ്ഞാൽ ചരിത്രത്തെ പിറകോട്ടടിക്കാൻ ശ്രമിച്ച പിന്തിരിപ്പൻ പ്രക്ഷോഭങ്ങൾ മാത്രമായിരുന്നു അത്. ഇതിനൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ പെടുത്തിയാൽ ചരിത്രത്തോട് നീതി പുലർത്തി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പക്ഷേ അതെല്ലാം ഇന്ന് സ്വാതന്ത്ര്യ സമരമാണ്. അതിൽ പങ്കെടുത്തവരെല്ലാം സ്വാതന്ത്ര്യ സമര സേനാനികളുമാണ്. ഇന്ദിരാഗാന്ധി അവരിൽ പലരുടെ, പല തീവ്രവാദികളുടെയും പേരിൽ സ്റ്റാമ്പ് അടിച്ചു. അത് നമുക്കറിയാം, വെറും തറ രാഷ്ട്രീയമായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതി വരെ അത് തന്നെ ഏറ്റുപറയുകയാണ്. അപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നു, ചരിത്രത്തിൽ നീതിയുണ്ടോ? ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം നിർത്തുകയാണ്.